കാസർഗോഡ് ജില്ലയിൽ ഇത്തവണ കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശത്തിന് അനുമതി ലഭിച്ചിട്ടില്ല. അതിന് പുറമെ അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ റോട്ടിലല്ല വോട്ട് വീട്ടിലാണ് എന്നുള്ള നിലയിലാണ് ഈ പ്രചരണമൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. ഈ കൊട്ടിക്കലാശ ദിവസവും അവർ നഗരങ്ങളിലോ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിൽ സെന്ററുകളിലൊന്നും കേന്ദ്രീകരിച്ച് ഒരു പ്രചരണത്തിന് ഇറങ്ങുന്നില്ല. ഇതുപോലെ വീടുകൾ കേന്ദ്രീകരിച്ച് വോട്ടുറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്കള പഞ്ചായത്തിലാണ്. ഈ ചെങ്കള പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള അപ്രമാദിത്വമുള്ള ഒരു പഞ്ചായത്താണ്. പക്ഷേ ഇത്തവണ ഈ പഞ്ചായത്ത് പിടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥികളുള്ളത്. CV കൃഷ്ണനാണ് ഈ ഒരു വാർഡിലെ പാടി വാർഡാണ്. പാടി വാർഡിലെ LDF സ്ഥാനാർത്ഥി. 25 വർഷമായി LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. പക്ഷേ ഈ വാർഡ് വിഭജനമൊക്കെ വന്നതിന് ശേഷം കുറേ വോട്ടുകളൊക്കെ മറ്റ് വാർഡുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. 4 സ്ഥാനാർത്ഥികളാണ് ഈ വാർഡിലുള്ളത്. ഇത്തവണ എങ്ങനെ വിജയപ്രതീക്ഷ? ശുഭപ്രതീക്ഷയാണ്, വിജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇവിടെ LDF കഴിഞ്ഞ 10-25 വർഷമായി LDF ആണ് ജയിച്ചു വരുന്നത്. ഇപ്രാവശ്യം LDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ലീഗിന് ആധിപത്യമുള്ളൊരു പഞ്ചായത്താണ് ചെങ്കള പഞ്ചായത്ത്. പക്ഷേ പല സ്ഥലത്തും വിമതശല്യവും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലെ തർക്കമൊക്കെ ലീഗിനെയും കോൺഗ്രസിനെയൊക്കെ പുറകോട്ട് പോയിട്ടുണ്ട്. അതൊക്കെ നേട്ടാവോ? അതെല്ലാം നേട്ടം തന്നെയാണ്. ലീഗിന് മൃഗീയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണ് ചെങ്കള പഞ്ചായത്ത്. കേരളത്തിലെ തന്നെ ഏറ്റവും വരുമാനമുള്ള പഞ്ചായത്താണ് ചെങ്കള ഗ്രാമപഞ്ചായത്ത്. കളക്ടറെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചായത്തിലാണ്. വലിയ വരുമാനമുള്ള പഞ്ചായത്താണ്. വലിയ അഴിമതിയാണ് ഈ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് വികസനം എത്താത്ത പഞ്ചായത്താണിത്, എന്നാൽ ഒരു ഭാഗത്ത് നല്ല വികസനമാണ്. അപ്പോൾ ആ ഒരു അന്തരം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ പഞ്ചായത്തിൽ വലിയൊരു മാറ്റമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നു. ഇത്തവണ ഭരണം പിടിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നഷ്ടപ്പെട്ടത് 4 സീറ്റ് ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം 8 സീറ്റ് ഞങ്ങൾക്ക് LDF മുന്നോട്ട് വെക്കുന്ന വികസന നയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പാവപ്പെട്ട ആളുകളെ ഉന്നമനത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പരിപാടിയാണ്. അത് ആ രീതിയിൽ തന്നെ ഞങ്ങൾ കാണും. വികസനം എത്താത്ത കുറേ മേഖലകളുണ്ട്. അവിടെയെല്ലാം നന്നായി വികസനം എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വോട്ട് തേടി വന്നല്ലേ വീട്ടിൽ? ഗൃഹനാഥ ആരാ? അമ്മ വോട്ടുണ്ടാവോ? വോട്ടുണ്ടാവും. ആർക്ക് കൊടുക്കും? ഇവൻ തന്നെ. ഒരു വോട്ടർ എന്ന രീതിക്ക് എന്താണ് നിങ്ങളുടെ അടിസ്ഥാന ആവശ്യം? അത് എന്ന് പറയുന്നത് നമുക്കറിയില്ല. അമ്മ വോട്ട് വരാൻ വിജയിക്കണം, അത്രേ നമുക്കുള്ളൂ. പിന്നെ നാടിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യണം. എന്തായാലും ഈ പാടി വാർഡിൽ 4 സ്ഥാനാർത്ഥികളാണുള്ളത്. UDFന് റിബൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഈ വാർഡിലുണ്ട്. ഇത്തവണ LDF വാർഡ് നിലനിർത്തുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.